ഹായ് മക്കളെ, വീടിനാണ്. അപ്പോൾ ഓണം വെക്കേഷൻ ആണ്, എല്ലാവരും നല്ല സൂപ്പറാക്കി വൈബാക്കി അടിച്ച് പൊളിക്കായിരിക്കും. അപ്പോൾ നമുക്കിനി എന്താണ് അടുത്ത് പഠിക്കാനുള്ളത് എന്ന പാഠഭാഗത്തിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നാലോ? ഇവിടെയല്ല എല്ലാവരും? ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് സബ്സിഡറി ബുക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം എന്താണ് ഈ സബ്സിഡറി ബുക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ജേണലും ലെഡ്ജറും ഒക്കെ അല്ലേ. എന്നാൽ ലാർജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ ജേണലിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന ഡേ ബുക്കിനെ വിളിക്കുന്ന പേരാണത് സബ്സിഡറി ബുക്ക് അഥവാ സ്പെഷ്യൽ ജേണൽ, അതല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, പ്രധാനമായിട്ടും ഈ സബ്സിഡറി ബുക്ക് 8 ടൈപ്സ് ഓഫ് സബ്സിഡറി ബുക്സ് ആണ്. അതിലൊന്നാമത്തേത് ക്യാഷ് ബുക്കാണ്. ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാഷിന്റെ റെസിപ്റ്റ്സിനെയും പേയ്മെന്റിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേ ബുക്കിനെ വിളിക്കുന്ന പേരാണത് ക്യാഷ് ബുക്ക്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് പേർച്ചേസ് ഡേ ബുക്ക് ആണ്. അതായത് ക്രെഡിറ്റിന് നമ്മൾ എന്ത് ഗുഡ്സ് പേർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിനെല്ലാത്തിനെയും നമ്മൾ റെക്കോർഡ് ചെയ്യൽ എവിടെയായിരിക്കും? പേർച്ചേസ് ഡേ ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. എന്നാൽ മൂന്നാമത്തേത് സെയിൽസ് ഡേ ബുക്ക് ആണ്. സിമ്പിൾ ആണ് പരിപാടി. എല്ലാ ക്രെഡിറ്റ് സെയിൽസിനെയും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേ ബുക്കാണ് ഇത് സെയിൽസ് ഡേ ബുക്ക്. നാലാമത്തത് പേർച്ചേസ് റിട്ടേൺ ബുക്ക് ആണ്. അതായത് പേർച്ചേസ് റിട്ടേണിന്റെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? പേർച്ചേസ് റിട്ടേൺ ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അഞ്ചാമത്തേത് സെയിൽസ് റിട്ടേൺ ബുക്ക് ആണ്. സിമ്പിൾ അല്ലേ? എന്തായിരിക്കും അപ്പം? സെയിൽസ് റിട്ടേണുമായിട്ട് എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എവിടേക്കും റെക്കോർഡ് ചെയ്യുക? സെയിൽസ് റിട്ടേൺ ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. ആറാമത്തേത് ബിൽസ് റിസീവബിൾ ബുക്കാണ്. ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുന്നു? ബിൽസ് റിസീവബിൾ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് സെവൻത്ത് വൺ ഈസ് കോൾഡ് ബിൽസ് പേയബിൾ ബുക്ക്. അപ്പോൾ എന്തായിരിക്കും ബിൽസ് പേയബിൾ? സിമ്പിൾ അല്ലേ? ബിൽസ് പേയബിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു, ബിൽസ് പേയബിൾ ബുക്കിലും റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി എട്ടാമതാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഡേ ബുക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ എന്നാൽ മുകളിൽ പറഞ്ഞ 7 ഡേ ബുക്കിലും റെക്കോർഡ് ചെയ്യാത്ത ഐറ്റംസ്, അതായത് റെക്കോർഡ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് എന്താണോ അത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ എവിടേക്ക് റെക്കോർഡ് ചെയ്യുന്നു? അവസാനം നമ്മൾ പറഞ്ഞ ജേണൽ പ്രോപ്പറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ അത്തരം ട്രാൻസാക്ഷൻസ് ഏതാ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്, ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്. ഇത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? അവസാനത്തെ ജേണൽ പ്രോപ്പറിലേക്ക് റെക്കോർഡ് ചെയ്യുക. അപ്പം എന്താണ് ഈ സബ്സിഡറി ബുക്ക് എന്ന് പറഞ്ഞാൽ? സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേ ബുക്കിന് വിളിക്കുന്ന പേരാണെന്ന് മക്കളെ സബ്സിഡറി ബുക്സ്. അപ്പൊ എല്ലാവർക്കും സബ്സിഡറി ബുക്ക് എന്താണ് എന്ന് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും ഓണം സെലിബ്രേഷന്റെ വൈബിലാണ്. വൈബ് ഒന്നും നഷ്ടപ്പെടുത്തണ്ട. എങ്കിലും പഠനമാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ആ സൈഡിൽ കൂടെ പൊക്കോട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്ക്, നന്നായിട്ട് സൂപ്പർ ആക്കി അടിച്ചു പൊളിക്കുക എല്ലാവരും. ഓണം സെലിബ്രേഷൻ ഒക്കെ അല്ലേ? അപ്പം ടീം സൈലം കൊമേഴ്സിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർ ആവാം. ഓൾ ദ ബെസ്റ്റ്.